നമസ്കാരം സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ തിരിച്ച് യാത്ര പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ പോകുന്നത് ഞങ്ങൾ കഴിക്കാനാണ് പോകുന്നത്. ഇപ്പോൾ 1 മണിയോളം അടുത്ത സമയമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോയില്ലായിരുന്നു, അവിടെ പോയി ഫോട്ടോ എടുത്തില്ലായിരുന്നു. ആദ്യം വന്ന് ഫോട്ടോ എടുക്കാൻ പോയ ആ പ്ലേസിലൊരു ഹോട്ടലുണ്ട്. വനം വകുപ്പിന്റെ തന്നെ ഒരു ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ കയറിയാണ്. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ഫുഡും കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ ഫുഡ് മാറ്റി വെച്ചേക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളെ മുണ്ടംവഴി പാലം വെയിറ്റിംഗ് ഷെഡ് ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. റൈറ്റ് പോയി കഴിഞ്ഞാൽ പാലം, നമ്മൾ വന്ന വഴിയാണിത്. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് നേരെയാണ്. കൊള്ളാലോ വണ്ടി. നിൽക്കുന്നു പോയേക്കാം. ഓക്കെ, വനം വകുപ്പിന്റെ തന്നെ ഒരു ഹോട്ടലാണ്. ആരണ്യകം എന്ന് പറയപ്പെടും. ആരണ്യം കഫേ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇവിടെ സ്ത്രീകളാണ് ഇത് നടത്തുന്നത്. ഇവിടെ തിരക്കുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ആള് കൂടുതലാണ്. ഞങ്ങൾ രണ്ടുപേരും ഊണാണ് പറഞ്ഞത്. അങ്ങനെ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ചു ഞങ്ങൾ പുറത്തിറങ്ങി. ഇതെന്റെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതും കൊട്ടവഞ്ചി വെച്ചാണ് വെച്ചേക്കുന്നത്. ഇവിടെ ഇങ്ങനെ കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാം. തിരക്കുള്ള സമയത്തൊക്കെ ഇവിടെയൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ അതിനുവേണ്ടി വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ തിരക്കൊന്നുമില്ല. അപ്പോൾ ഇവിടെ എല്ലാം ഫ്രീ ആയിട്ടിരിക്കുകയാണ്. എത്ര സമയം വേണമെങ്കിലും നമുക്ക് കാടിന്റെ ഭംഗി ആസ്വദിച്ച് ഇവിടെ ഇരിക്കാം. നല്ല ഫുഡായിരുന്നു. വീട്ടിൽ കഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കുന്ന ഫുഡ് പോലെയാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് പത്തനംതിട്ട റൂട്ടിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഇനി പോരുന്നു ഞങ്ങൾ. ഇപ്പോൾ കാടിലെ ഏരിയ ഏകദേശം കഴിയാറായി. ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ കാണാക്കാഴ്ചകൾ കുറേ ഇനിയും കാണാനുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ലൊക്കേഷൻ തേടി നമുക്കിങ്ങനെ പോകണം. ഓക്കെ, ഗവിയോട് നമ്മൾ കണ്ടായിരുന്നല്ലോ. ഗവിയോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അടവി. അപ്പം ഗവിക്ക് പോകുന്നവർ തീർച്ചയായിട്ടും അവിടെ കൊട്ടവഞ്ചി കയറി സവാരി നടത്തിയിട്ട് വേണം പോകാനായിട്ടോ. വളരെ ശാന്തമായ പ്രദേശം. നമുക്കിങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകാം. 2 സൈഡിലും മരങ്ങൾ. എന്ത് രസമാണ് ഈ യാത്ര. ഇവിടെ ആൾത്താമസമുള്ള ഏരിയ കേട്ടോ. വീടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്. അങ്ങനെ നമ്മുടെ സ്വന്തം പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്.